ഇത് വ്യക്തിപരമായ വിഷയം എന്ന് പറഞ്ഞ് ചുരുക്കി കെട്ടാൻ പറ്റില്ലല്ലോ. കാരണം വ്യക്തിപരമായിട്ടുള്ള വിഷയമല്ലല്ലോ. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയമല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ളവർ ചെയ്യുമ്പോൾ ആ നിലയിൽ നിലപാട് എന്താണ്, എങ്ങനെയാണ് അതിനെ ഞാൻ അഡ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എനിക്കൊന്ന് പറഞ്ഞുതരൂ. ഈ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയണം. ഇതൊരിക്കലും മറുചോദ്യമല്ല. ശരിക്കും പറഞ്ഞാൽ ചോദിച്ച മാധ്യമപ്രവർത്തിക്ക് മറുചോദ്യം ചോദിച്ചിട്ട് എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കുന്നത് ഒന്നല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ചോദ്യം എങ്ങനെയാണ്, പൊതുസമൂഹത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെയധികം ജനങ്ങളെ സംരക്ഷിക്കേണ്ട പൊസിഷനിലിരിക്കുന്ന ആളുകൾ വരിയായിട്ട് സ്ത്രീകൾക്കെതിരെ പീഡനം നടത്തി എന്നുള്ള ആരോപണം വരുമ്പോൾ വളരെ അധികാരത്തിലുള്ളവർ, ഇൻഫ്ലുവൻസ് ഉള്ളവരൊക്കെ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് വളരെ ഈസി ആയിട്ട് നമ്മളതിനെ ന്യായീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ ആ ഒരു പ്രവണത കൂടി വരും. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ കൂടി വരും. സമത്വത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പിന്നെ പോരാടുമ്പോൾ, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി പോരാടുമ്പോൾ, അവർ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്താണ്ട് എങ്ങനെയാണ് ഈ സിസ്റ്റം മാറുക, എങ്ങനെയാണ് തുല്യത കൊണ്ടുവരിക, എങ്ങനെയാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക, നീതി ലഭിക്കുക എങ്ങനെ ഉറപ്പാക്കുക, ഇതൊക്കെയാണ് ഒരു ജനപ്രതിനിധി ആവാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന ആൾ. അത് ജനങ്ങളുടെ ഏതൊരു പ്രശ്നവും, അത് ഏത് കുടുംബത്തിലെ പ്രശ്നമായിക്കോട്ടെ, മണ്ഡലത്തിലെ ഏതൊരാളുടെ പ്രശ്നമായിക്കോട്ടെ, നമ്മൾ ജനപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത് സമൂഹത്തിന് ചേർന്ന് നിൽക്കുന്നതും സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന രീതിയിലുമായിരിക്കണം നമ്മുടെ നിലപാടുകളും നമ്മുടെ പ്രസ്താവനകളും നമ്മൾ പറയുന്ന വാക്കുമെന്ന് ആലോചിക്കുക എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.